കേന്ദ്ര ബജറ്റിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വയനാട് പുനരധിവാസത്തിന് 2,000 കോടി രൂപയുടെ പാക്കേജും ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയോട് ഉന്നയിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി രൂപ സഹായമടക്കം ആവശ്യപ്പെട്ട കേരളം കടമെടുപ്പ് പരിധി 3.5% നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേൾക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ച യോഗത്തിലാണ് കേരളം നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിരത്തിയത്. സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന നികുതി വിഹിതം കണക്കാക്കി തയ്യാറാക്കിയ 24,000 കോടി രൂപയുടെ പാക്കേജ് എന്ന ആവശ്യം ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. വയനാട് ദുരന്ത പുനരധിവാസത്തിൽ കേന്ദ്ര സഹായം ഇനിയും കിട്ടാത്ത സാഹചര്യത്തിൽ ബജറ്റിൽ 2,000 കോടി രൂപയുടെ പാക്കേജ് കേരളം ചോദിച്ചു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി 5,000 കോടി രൂപയുടെ സഹായം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ 5 കൊല്ലത്തേക്ക് മാത്രം അനുവദിച്ച GST നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണമെന്നും കേരളം ആവർത്തിക്കുകയാണ്. അധിക കടമെടുപ്പിന് ഉപാധികൾ വയ്ക്കരുതെന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. കൂടാതെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തുകയും വേണം. ഊർജ്ജ മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് അനുവദിച്ച 0.5% അധിക വായ്പാനുമതിയും തുടരണം. പ്രവാസി ക്ഷേമത്തിന് കേരളം ആവശ്യപ്പെടുന്നത് 300 കോടി രൂപയാണ്. തീരശോഷണം തടയാൻ 2,329 കോടി രൂപയും മനുഷ്യ മൃഗസംഘർഷങ്ങൾ തടയാൻ 1,000 കോടി രൂപയും നെല്ല് സംഭരണത്തിന് 2,000 കോടി രൂപയും കേരളം ആവശ്യപ്പെട്ടു. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിനായി 1,000 കോടി രൂപ നീക്കിവെക്കണമെന്നാണ് കേരളത്തിന്റെ മറ്റൊരു പ്രധാന ആവശ്യം. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാഴ്ചപ്പാടോടെ RCCയുടെ വികസനത്തിന് 1,293 കോടി രൂപയുടെ സഹായവും കേരളം ഉന്നയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.